ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 21-ാം തീയതി 356-ാമത്തെ ദിവസത്തിലെത്തി. 11 ദിനങ്ങൾ കൂടിയാണ് ഈ ആണ്ട് കടന്നു പോകാനായിട്ട് ഇനി ബാക്കിയുള്ളൂ. ക്രിസ്തുമസ് എന്ന് പറയുന്ന ലോകത്തിൻ്റെ വലിയ ഉത്സവത്തിലേക്ക് ഓരോരുത്തരും ആഘോഷത്തിൻ്റെ വിചാരങ്ങളോടും അകമ്പടികളോടും കൂടി എത്തുകയാണ്. പുറത്തിപ്പോഴും പടക്കങ്ങൾ ഉച്ചസ്വരത്തിൽ പൊട്ടിത്തീരുന്നുണ്ട്. കോവിഡിൻ്റെ കാഠിന്യമുള്ള ഭീതിയുടെ പരിസരത്ത് നിന്നാണെങ്കിലും ക്രിസ്തുമസ് അത് ആഘോഷിച്ച് ഏതൊരാൾക്കും മതിയാവും. പ്രിയപ്പെട്ട ആർക്കൊക്കെയോ നല്ലൊരു ക്രിസ്തുമസ് സമ്മാനം നൽകുവാനും പതിവ് പോലെ ഈ ആണ്ടും നമ്മൾ വിചാരിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഒപ്പമുള്ളവർക്കും ഉറ്റവർക്കും നൽകാവുന്ന ഏറ്റവും നല്ല ക്രിസ്തുമസ് സമ്മാനം എന്താണ്? അവനവനെ തന്നെ കുറച്ചുകൂടി ഭേദപ്പെടുത്തി ഒരുക്കിയെടുത്ത് തങ്ങൾക്കൊപ്പമുള്ള പ്രിയപ്പെട്ടവർക്കും ഉറ്റവർക്കും നൽകിക്കൂടെ? അതിനും മീതെ ഒരാൾക്ക് ഒപ്പമുള്ളവർക്ക് നൽകാനായിട്ട് മറ്റെന്താണ് വലുതായിട്ടുള്ളത്? ഒരു നല്ല ക്രിസ്തുമസിൻ്റെ അനുഭവം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പ്രതിഫലിക്കേണ്ടതാണ്. എല്ലാ സമയത്തും യേശുവിനെ കാണുന്നവരും കണ്ടെത്തിയവരും എല്ലാവരും നിർബന്ധമായും ഒരു ആഹ്ലാദത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? ക്രിസ്തു യേശുവുമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകളൊക്കെ ഒട്ടും സന്തോഷകരമായിട്ടല്ല അവസാനിക്കുന്നത്. ആരംഭത്തിലുണ്ടാകുന്ന ഒരുപാട് സാധ്യതകളെ പിന്നീട് തകർത്തും നശിപ്പിച്ചും കളയുന്നുണ്ട്. ആർക്കാണ് ഒരു സന്തോഷാനുഭവത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് യോഗ്യതയുള്ളത്? യേശു പറയുന്നത് പോലെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനും സന്നദ്ധത പ്രകടിപ്പിക്കുന്നവർക്ക് മാത്രമാണ് ശരിയായ സന്തോഷം വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. യേശുവിനെ കണ്ടിട്ട് വീണ്ടും നിരാശയുടെ വഴിയിൽ തന്നെ തുടരേണ്ടി വരുന്ന എത്രയോ പേരെ സുവിശേഷം തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നില്ലേ? പറഞ്ഞു വരുന്നത്, ഒരാണ്ടുകൂടി ക്രിസ്തുമസിൻ്റെ നല്ലൊരു അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കനിവോടെ അനുവദിച്ച് കിട്ടുമ്പോൾ ഇത്തവണയെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ? കുറച്ചുകൂടി തനിമയുള്ള മനുഷ്യനായിട്ട് മാറാനായിട്ട് ഈ തിരുജനനത്തിൻ്റെ അവതാര സ്മരണ പുതുക്കുന്ന കാലത്ത് അതൊരു പ്രേരണയായിട്ട് മാറുമോ? ദൈവം മനുഷ്യനായതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ഉത്സവ ദിനത്തിൽ മനുഷ്യനായ ഞാൻ കുറച്ചും കൂടി മനുഷ്യത്വമുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമോ? ക്രിസ്തുവിലെത്തിയിട്ട് നിരാശയോടെ എത്ര ആളുകൾ മടങ്ങിപ്പോയിട്ടുണ്ട്. യേശുവുമായിട്ടുള്ള അഭിമുഖം ധനികനായ യുവാവിന് ഒട്ടും സന്തോഷത്തിൻ്റെ കാരണമായി മാറുന്നില്ല എന്ന് സുവിശേഷം എഴുതിയത് നമ്മൾ ഇതുവരെയും വായിക്കാത്തതും വ്യാകുലപ്പെടാത്തതും. അതുകൊണ്ട് ഇത്തവണത്തെ ക്രിസ്തുമസ് കുറെ കൂടി സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചേ മതിയാവൂ. അതിന് ഞാനും ഒരു നല്ല മനുഷ്യനായി മാറേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ആമേൻ.